അപ്പോൾ ഞാനൊരു സെമി സർക്കുലർ ഡിസ്ക് എടുക്കുകയാണ്. സെമി സർക്കുലർ ഡിസ്ക് എടുക്കുക. ഇത് പറയാൻ കാര്യം, ഞാനിവിടെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലേ വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എളുപ്പമാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു കേസാണ്. അതായത് നമ്മുടെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സെമി സർക്കുലർ ഡിസ്ക് ആവുന്ന ഒരു കേസ് പറയാം. അത്രേ ഉള്ളൂ, ഈ ഭാഗമില്ല. ശരി, അപ്പോൾ ഈ കേസിൽ എക്സ് ആക്സ് ഇതാണ്, വൈ ആക്സ് ഇതാണ്. അപ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത് 0, 0 ആയിരിക്കും ഉണ്ടാവുക. സോ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ ഡെഫിനറ്റ്ലി വൈ ആക്സ് ആയിരിക്കും. വൈ ആക്സിന് അബൌട്ടായിട്ട് സിമെട്രിക്കാണ് ഈ ഡിസ്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് ഇത് നമ്മൾ കാണാൻ പഠിച്ചു വെച്ചു 4r/3π. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങൾ മൈൻഡ് ഫിക്സ് ചെയ്യരുത്. 4r/3π എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൻ്റെ കേസിലാണ്. തിരിച്ചൊക്കെ വരാം. സെമി സർക്കുലർ ഡിസ്ക് ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കുകയെന്ന് കരുതിക്കോ. ഓബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ. അപ്പോൾ നോക്കുക, ഈ ഡയമീറ്ററിൽ നിന്നുള്ള ദൂരം താഴോട്ട് നമുക്കറിയാം, അത് 4r/3π ആണ്. നമ്മുടെ ഒറിജിൻ ഇതായി മാറി. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലേ പറ്റൂ. സോ ദിസ് ഈസ് എ കോർഡിനേറ്റ് നൗ. അപ്പോൾ സിമെട്രിക് വൈ ആക്സിനെ അവിടെ സിമെട്രിക് എക്സ് കോർഡിനേറ്റ് 0 വരും. ബാക്കിയുള്ള എന്തായിരിക്കും? ഈ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് റേഡിയസ് ആണ്, r ദൂരമാണ്. അങ്ങനെയാണ് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? നമ്മൾ 4r/3π കുറച്ചാൽ മതി. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരും? r - 4r/3π. ഈ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സെമി സർക്കുലർ ഡിസ്കും കൂടെ പറഞ്ഞു വെച്ചാൽ അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ യൂണിവേഴ്സിറ്റിക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമേ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് പഠിക്കാവുള്ളൂ, 4r/3π കേസ്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ മറ്റൊരു കേസ് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ഇങ്ങനെയാണ്. അതിനകത്ത് 90 ഡിഗ്രി സെക്ടറേ ഉള്ളൂ, ഇങ്ങനൊരു സെക്ടറേ ഉള്ളൂ. അതായത് ഇതിന് വീണ്ടും ഹാഫ് ആക്കി, ഇത് ഫുള്ളില്ല, ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നമ്മൾ സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 90 ഡിഗ്രി സെക്ടർ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ XCM YCM എന്ന് പറയുന്നത് എളുപ്പമാണ്. സെയിം ഫോർമുല 4r/3π. YCM എന്ന് പറയുന്നത് 4r/3π. ഓക്കെ, ഇനി കോർഡിനേറ്റ്സ് ഈ കേസ് ഡിസ്കസ് ചെയ്യുകയാണ്. സപ്പോസ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഓബ്ജക്റ്റ് ഇങ്ങനെ വരും, സെമി സർക്കുലർ ഡിസ്ക് ഈ ക്വാഡ്രന്റിൽ വരുവാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷൻ. ഓക്കെ, ഇത് വൈ ആക്സ് പോസിറ്റീവ് റീജിയനാണ്, അതുകൊണ്ട് നെഗറ്റീവ് റീജിയനിലേക്ക് വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും നെഗറ്റീവ് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അത് -4r/3π. ഇത് മാറ്റമൊന്നുമല്ല, 4r/3π ആണ്. ഓക്കെ, അപ്പോൾ XCM എന്ന് പറയുന്നത് 4r/3πയും YCM എന്ന് പറയുന്നത് -4r/3π. ഓക്കെ, സപ്പോസ് ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. സപ്പോസ് കോർഡിനേറ്റ് ഇതാണ്, നമ്മൾ ഈ പറയുന്ന ഡിസ്ക് ഇവിടെ വരികയാണ്, ഇങ്ങനെ വരിക. അപ്പോൾ എന്ത് രണ്ടും നെഗറ്റീവ് വരും, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് വരും. കാരണം ഇപ്പോൾ ഒറിജിൻ ഇതാണ്, ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയേക്കാം, നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് പോയേക്കാണ്. അതുകൊണ്ട് -4r/3πയും വരും. അതേപോലെ താഴോട്ട് പോകുന്നുണ്ട് -4r/3π. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലോജിക്കലി കണ്ടുപിടിക്കുന്നതാണ് നല്ലത്.